ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഈ ഒരു കളറിൻ്റെ ഹാങ്ങിങ് വിങ്കയും അതുപോലെ തന്നെ അപ്രൈറ്റ് വിങ്കയും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ടൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഹാങ്ങിങ് വിങ്കയിൽ ഈ ഒരു കളറ് കുറച്ച് സെൻസിറ്റീവ് ആണ് കേട്ടോ. നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ ഒരു കളറേ. അപ്പോൾ ഇതിൻ്റെ അപ്രൈറ്റും ഹാങ്ങിങ്ങും വന്ന സന്തോഷം കാണിക്കാനായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പോട്ട് കണ്ടല്ലോ, എല്ലാം ക്ലീൻ ആയിരിക്കും എല്ലാ സമയത്തുവേ. തീരെ സമയമില്ലാണ്ടാവുമ്പോഴാണ് ഇങ്ങനെ പോട്ടിനകത്തേക്ക് എന്തെങ്കിലും ഞാൻ വീഴാനായിട്ട് അനുവദിക്കുള്ളൂ. അല്ലാണ്ട് വെച്ചാൽ നമ്മുടെ പോട്ട് എപ്പോഴും ക്ലീനാക്കി തന്നെ വയ്ക്കും. ഇത് നമ്മുടെ സമ്മർ സക്കൂറയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുകയുണ്ടായിട്ടുണ്ട്, ഭയങ്കര നല്ല പ്ലാന്റാണ്, എല്ലാവരും ഒന്ന് വാങ്ങിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് അടുത്തൊരു ടോണാണ് കേട്ടോ. ഇതിൻ്റെയൊന്നും ഐഡിയ നമുക്കറിയില്ല. പിന്നെ ഇതൊരു പർപ്പിൾ ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പർപ്പിളും ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടിയൊക്കെ മിക്സായിട്ട് വരുന്നതാണ്. പിന്നെ ഇതെനിക്ക് കുറച്ച് കാലമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല കളറാണ് കേട്ടോ. ഒരു സട്ടിലായിട്ടുള്ളൊരു കളറാണെങ്കിൽ കൂടിയും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നേരത്തെ കാണിച്ച ആ ഒരു ഇതിൻ്റെ വേറെ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ഒന്നും കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഐഡീസ് നമുക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ കിട്ടുമ്പോൾ കളക്ട് ചെയ്ത് ഭംഗി കാരണം വയ്ക്കുന്നതാണ് കേട്ടോ. ഇത് ടാറ്റുവിൻ്റെ ഒരു പ്ലാന്റാണ്. ടാറ്റു ഏതാ വെറൈറ്റി എനിക്കറിയില്ല, വിട്ടുപോയി, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇതൊക്കെ നമുക്കിന്ന് രാവിലെ കടുഭാഗത്ത് ഇൻഫെക്ഷനായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു കളറായിരുന്നു, ഒരു പിങ്കിനകത്ത് വൈറ്റ് വരുന്നത്. എപ്പോഴും ഇങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് നോക്കുകയേ വേണ്ട. അങ്ങനത്തെയാണ് നമ്മുടെ വിങ്ക ചെടി എന്ന് പറയുന്നത്. ഇതൊരു നല്ല പ്ലാന്റാണ് കേട്ടോ. പാറ്റേൺഡ് റെഡ് എന്ന് പറയും. ഫസ്റ്റ് ടൈം ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് ഞാനതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വച്ചേക്കാണ്. ഇങ്ങനെ ലെങ്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നിനി ട്രിം ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നട്ട് വയ്ക്കേണ്ടി വരും. പിന്നെ ഇത് നമ്മുടെ പേര് മറന്നുപോയല്ലോ, നമ്മുടെ നിർവാണയുടെ വൈറ്റ് സ്പ്ലാഷാണ് കേട്ടോ. ഇതങ്ങോട്ട് ഉഷാറാകുന്നില്ല. ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോയിൽ, അങ്ങോട്ടേക്ക് ഉഷാറാകില്ല. എന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവും. എന്നും നമ്മൾ ഇങ്ങനെ കണ്ണേ കരളേന്നും പറഞ്ഞിട്ട് എപ്പോഴും വന്ന് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അടുത്തേക്ക്. ഇതെനിക്ക് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസത്തിന് മുകളിലായി. പക്ഷേ അന്നേരമേ ഈ പ്ലാന്റ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ എങ്ങനെ ഇത്രയും ദിവസം എൻ്റെ കയ്യിൽ ഇരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്നും വന്ന് നോക്കുകയും. ഇത് നമ്മുടെ നിർവാണയുടെ റെഡ് സ്പ്ലാഷിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഒരു 10 സീഡ് ഇട്ടതിൽ 7 ജെർമിനേഷനായി. പതിയെ നിന്നും ബാക്കിയെല്ലാം പോയി കേട്ടോ. ഇപ്പോൾ ഒരെണ്ണമാണ് ഉള്ളത്. ഇത് നമ്മുടെ വിങ്കയുടെ കുറച്ച് സാപ്ലിങ്സ് റെഡി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് അങ്ങനെ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മദർ പ്ലാന്റ് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമുക്കിങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ അന്നേരം നമ്മളിത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും കാലും കൈയും പിടിക്കാൻ പോവേണ്ടി വരും. കാരണം നമ്മളിങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ സപ്ലൈ തരാനായിട്ട് ഒത്തിരിയും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നായിരുന്നു. എനിക്കിങ്ങനെ വിങ്കയുടെ പ്ലാന്റ്സ് ചോദിച്ചും കൊണ്ടൊക്കെ മെസ്സേജ് വന്നായിരുന്നേ. നേരം പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഞാൻ സെല്ലറല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു, റിപ്ലൈ കൊടുത്തത് ആരാ ആയിക്കോട്ടെ, നമുക്കങ്ങനെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് സപ്ലൈ കിട്ടില്ല. സപ്ലൈ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. നല്ല ബുഷായിട്ട് വന്ന പ്ലാന്റാണ്. പക്ഷേ ഇതിൽ വെള്ളക്കുറവുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം വിങ്കയുടെ പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിലായി ഇരിപ്പുണ്ട്. സെയിൽ ചെയ്യാനായിട്ട് ഞാനങ്ങനെ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ കൂട്ടിന് നമുക്ക് പ്ലാന്റ്സ് കിട്ടാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ മടിക്കുന്നത്. എന്തായാലും സംഭവങ്ങളൊക്കെ നമ്മുടെ കൈവശം ആയി നിൽപ്പുണ്ട്. നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാം. ഇതൊരു ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളറ്. കുറച്ചധികം ഇങ്ങനെ പൂവിടാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഒന്ന് നുള്ളിയൊക്കെ വിട്ട് നിർത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫ്ലവർ കാണട്ടെ എന്നും പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ പ്ലാന്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3 പ്ലാന്റ് എന്തോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയൊക്കെ ഇല്ലാണ്ടായി പോയി കേട്ടോ. പിന്നെ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളറാണ്. സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് വിരിഞ്ഞ് വരട്ടെ കേട്ടോ, അന്നേരം കാണിക്കാവേ.
പിന്നെ കുറച്ചധികം ഇങ്ങനെ വിരിയാനായിട്ട് കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വിരിയുക എന്ന് പറയുന്നത് നമ്മുടെ പൂവ് വിടരുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വിരിയുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ കളിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വിരിയുക എന്ന് പറഞ്ഞാൽ പൂവിങ്ങനെ എന്താണ് വിടരുക എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ തടി തപ്പിയ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇത് വന്നിട്ട് നമ്മുടെ പെറ്റൂണിയയുടെ ടൈഡൽ വേവ് റെഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വലിയ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഇതെൻ്റെ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞ് നിന്ന വെറൈറ്റിയാണ്. നോക്കുമ്പോൾ ദേ ഇവിടെ ഫ്ലവറായി നിൽപ്പുണ്ടേ.